അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ജില്ലാ കളക്ടർ നിർവഹിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് ചേർന്നു. രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും വോട്ടർ പട്ടിക പരിശോധിച്ച് അപാകതകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വോട്ടർ പട്ടികയുടെ ഫൈനൽ ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നതിനും പത്രസമ്മേളനം നടത്തുന്നതിനും എല്ലാ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുമായിട്ട് ഇന്ന് സംവദിക്കുന്നത്. നമ്മൾ ഈ ഒരു സംക്ഷിപ്ത പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ പ്രോസസ്സ് അറിയാവുന്നതാണ്. എല്ലാ വർഷവും ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കൽ നടത്തുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ പുതുക്കലിന് ഒരു പ്രത്യേകതയുള്ളത് 2024 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഇതല്ല ഫൈനൽ. നമുക്ക് എന്നാണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതിന് 10 ദിവസം മുമ്പ് വരെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഫൈനൽ വോട്ടർ പട്ടികയിലുള്ള ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും അത് പ്രോസസ്സ് ചെയ്യുന്നതിനുമുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരവസരം എല്ലാവരും ഉപയോഗിക്കണം. അത് നിങ്ങളും കൂടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് പത്രപ്രവർത്തകരെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇലക്ഷൻ ദിവസം കേൾക്കാറുള്ള പരാതികളിൽ പ്രധാനപ്പെട്ട 1-2 എണ്ണം എന്ന് പറയുന്നത് ഇലക്ഷൻ ID കാർഡ് ഉണ്ട്, പക്ഷെ വോട്ടർ പട്ടികയിൽ പേരില്ല, വോട്ട് ചെയ്യാനാവുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല മരണമടഞ്ഞവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വരുന്നു, പുതിയതായിട്ട് ചേർത്തവരുടെ പേരുകൾ വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് സാധാരണ ഇലക്ഷൻ ദിവസം കേൾക്കാറ്. അപ്പോൾ ഇത് ഒഴിവാക്കണമെങ്കിൽ അന്നേ ദിവസമല്ല നമ്മൾ എത്തിക്കേണ്ടത്, ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഇന്ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ ID കാർഡ് കൈവശമുള്ളവരെല്ലാവരും തന്നെ ആ എപ്പിക് കാർഡിലെ നമ്പർ വെച്ചിട്ട് വോട്ടർ പട്ടിക പരിശോധിക്കുകയും അവരവരുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. മാത്രവുമല്ല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഒരു ചെക്ക് മെക്കാനിസം എന്നുള്ള നിലയിൽ നമ്മുടെ ജില്ലയിൽ പല പരാതികളും വരാറുണ്ട്. ഇപ്പോൾ ബോർഡർ ഏരിയയിൽ ഡബിൾ വോട്ടിങ് അല്ലെങ്കിൽ മരണമടഞ്ഞവരുടെ പേര് ഒഴിവാക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാതികൾ വരാറുണ്ട്. ഇതെല്ലാം ദയവ് ചെയ്ത് ഇപ്പോഴത്തെ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉണ്ട്. അവർ മുഖേന ഇത് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ PROമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒക്ടോബർ 27-നാണ് ഇപ്പോഴത്തെ ഈ ഒരു സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഒക്ടോബർ 27-ന് ശേഷം ഡിസംബർ 9 വരെ അതിൻ്റെയുള്ള ആക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ പട്ടികയിൽ ഉള്ള പേരുകൾ മരണമടഞ്ഞവരുടെ ഡിലീറ്റ് ചെയ്യുന്നതാവാം, വിവാഹ ആവശ്യത്തിനോ മറ്റ് വിദ്യാഭ്യാസ ആവശ്യത്തിനോ മാറി നിന്നവരുടെ അഡ്രസ് ചേഞ്ച് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതാവാം. ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഓരോ ഫോംസും നമുക്ക് EROമാർക്ക് സമർപ്പിച്ച് അതിന്മേൽ BLOമാർ കൃത്യമായിട്ട് വീടുകൾ സന്ദർശിച്ച് അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് കൊടുത്ത് അത് EROമാർ അപ്രൂവ് ചെയ്ത് വരികയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനുള്ള ജനുവരി 12 വരെ സമയം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തത് നേരത്തെ ഡിസംബർ 9 വരെ കിട്ടിയ അപേക്ഷകൾ പൂർണ്ണമായിട്ടും നമ്മൾ പ്രോസസ്സ് ചെയ്തിരുന്നെങ്കിലും അതിനുശേഷം ഡിസംബർ 26 വരെ കിട്ടിയ ഇതേപോലെയുള്ള ആക്ഷേപങ്ങളും നമ്മുടെ എല്ലാ EROമാരും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷവും കിട്ടിയ, അതായത് 26-ന് പോർട്ടൽ ക്ലോസ് ചെയ്തു ഇത് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള. അതിനുശേഷം കിട്ടിയ ആക്ഷേപങ്ങൾ നമ്മൾ ഇനിയും പ്രോസസ്സ് ചെയ്യാനുണ്ട്. അത് സാധാരണ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ അതിനുശേഷം ഒരാഴ്ചക്കകം പോർട്ടൽ വീണ്ടും പ്രോസസ്സ് ചെയ്യാനായിട്ട് തുറന്നു തരും. ആ സമയത്ത് നമ്മൾ ബാക്കി കിട്ടിയ ആക്ഷേപങ്ങളും ഇനി ആരെങ്കിലും കൊടുക്കാൻ, പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അല്ലെങ്കിൽ നേരത്തെ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യാൻ, അഡ്രസ്സ് മാറിപ്പോയ ആരെങ്കിലും ആക്ഷേപം തരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും ഇനിയുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് വരെയുള്ള സമയം EROമാർ ഉപയോഗിക്കുക. അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് എൻ്റെ കൂടെ ADM ഉണ്ട്. ADM ഒരു റിട്ടേണിംഗ് ഓഫീസറാണ്, അസിസ്റ്റന്റ് കളക്ടറുണ്ട്. അസിസ്റ്റന്റ് കളക്ടറാണ് ജില്ലയിലെ സ്വീപ്പ് ആക്ടിവിറ്റികളുടെ നോഡൽ ഓഫീസർ. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറുണ്ട്, അതുപോലെ തന്നെ തഹസിൽദാറുണ്ട്, ERO ആയിട്ടുള്ള തഹസിൽദാരുമുണ്ട്. ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എല്ലാ താലൂക്കിലെയും BLOമാരുമായിട്ട് നേരിട്ട് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ തന്നെ സംസാരിച്ചത്. എങ്കിൽ പോലും
ഇപ്പം എല്ലാ ഉദ്യോഗസ്ഥരും 100% ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കുറച്ച് പേരെങ്കിലും മരണമടഞ്ഞവരെ ഒഴിവാക്കാനോ പുതിയതായിട്ട് പേര് ചേർക്കാനോ അഡ്രസ്സ് മാറ്റിയത് കൃത്യമായിട്ട് ചേഞ്ചുകൾ വരുത്താനോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അത് ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ട പബ്ലിസിറ്റി കൊടുത്ത് വോട്ടർ പട്ടിക പരിശോധിക്കണം, പേരുണ്ടോ എന്ന് ഉറപ്പാക്കണം. ആരെയെങ്കിലും ഇനി ഒഴിവാക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കാനും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാനും അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തന്നെ മുൻകൈ എടുക്കണം.